പുതിയ വീട് വെക്കാനായിട്ട് എടുത്തിട്ടുള്ള 35 ലക്ഷം രൂപ ലോൺ ഉണ്ടായിട്ടും ഞാൻ ആ ലോൺ തീർക്കാനായിട്ട് ചേർന്നിട്ടുള്ള ചിട്ടി വിളിച്ചിട്ട് ടൂർ ഫണ്ട് ഉണ്ടാക്കിയത് എന്തുകൊണ്ടാണെന്നാണ് പലരും നമ്മളോട് ചോദിക്കുന്നത്. ഇപ്പൊ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ പല ആളുകളും വാട്സപ്പ് മെസ്സേജുകളൊക്കെ ആയിട്ട് ഞാൻ ചെയ്തത് വലിയൊരു മണ്ടത്തരമായി എന്ന് പറയുന്നുണ്ട്. കാര്യം മനസ്സിലാക്കാത്തവർക്ക് ഞാൻ ജസ്റ്റ് ഒരു റീക്യാപ്പ് തരാം. ഞാൻ കഴിഞ്ഞ ആഴ്ച നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ ലോൺ അടയ്ക്കാനായിട്ട് വെച്ചിട്ടുള്ള ചിട്ടി വിളിച്ചെടുത്ത് ഞാൻ ടൂർ ഫണ്ട് ഉണ്ടാക്കിയതിന്റെ ഒരു കാര്യമാണ്. അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. എന്തായാലും ഞാൻ ചെയ്തിട്ടുള്ള അപ്രോച്ച് നന്നായിട്ട് തോന്നുന്ന ആളുകൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തത് എന്തുകൊണ്ട് തെറ്റ് എന്നുള്ളത് നിങ്ങൾ ഒന്ന് കമന്റും കൂടെ ചെയ്താൽ നന്നായിരിക്കും. എന്തായാലും എന്റെ ഭാഗം ഒന്ന് ഞാൻ വിശദീകരിക്കാനായിട്ട് പോവുകയാണ്. ഈ വീഡിയോയിൽ ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്യാനായിട്ടുണ്ടായിട്ടുള്ള 5 കാരണങ്ങളും എന്റെ 5 അപ്രോച്ചുകളും അതുപോലെ നിങ്ങളാണ് ഈ സിറ്റുവേഷനിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ട 5 പ്രോ ടിപ്പുകളാണ് പറഞ്ഞുതരുന്നത്. ഞാൻ സുബീഷാണ്. റുപ്പിമംഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് റുപ്പിമംഗ് എന്ന് പറഞ്ഞ വാട്സ്ആപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞുതരുന്നത് ഞാനാണ്. ആദ്യമായിട്ട് ഞാൻ വീടിന്റെ ലോൺ ക്ലോസ് ചെയ്യാനായിട്ട് ചേർന്ന ചിട്ടി വിളിച്ചെടുത്തിട്ട് ടൂർ ഫണ്ട് ഉണ്ടാകാനുള്ള 5 കാരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ അടുത്ത കുറച്ചു കാലത്തേക്ക് എൻ്റെ ജോലിക്കും എൻ്റെ വരുമാനത്തിനും വലിയൊരു വ്യത്യാസം ഉണ്ടാവില്ല, അതിന് കാര്യമായിട്ടുള്ളൊരു പ്രശ്നങ്ങളില്ല എന്നുള്ളത് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത്തരമൊരു തീരുമാനം ഉണ്ടാക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. രണ്ടാമത്തെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ അടുത്ത 1-2 വർഷത്തിന് ശേഷം ഈ ലോൺ പൂർണ്ണമായിട്ട് തിരിച്ചടയ്ക്കാനുള്ള കുറച്ച് എമൗണ്ട് നമുക്ക് പല രൂപത്തിൽ വരാനായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോ ഇപ്പൊ നമ്മൾ ഈ ചിട്ടി എടുത്ത് ഈ ലോൺ അടച്ചില്ല എന്നുണ്ടെങ്കിലും നമുക്ക് വലിയൊരു പ്രശ്നമില്ല എന്ന് സാരം. മൂന്നാമത്തേത് എന്റെ മറ്റുള്ള ഗോളുകളായിട്ടുള്ള റിട്ടയർമെന്റ്, കുട്ടികളുടെ വിദ്യാഭ്യാസം, അതുപോലുള്ള കാര്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ഓൾറെഡി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. നാലാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ലോൺ അടയ്ക്കാനായിട്ട് വെച്ചിട്ടുള്ള ഈ പൈസ ചെറിയ രീതിയിൽ റിസ്ക് എടുത്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ അതിൽ കൂടുതൽ റിട്ടേൺ എനിക്ക് നേടാൻ സാധിക്കും, അല്ലെങ്കിൽ ലോൺ അടയ്ക്കുന്ന പലിശയേക്കാൾ കൂടുതൽ റിട്ടേൺ എനിക്ക് നേടാൻ സാധിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസ് ആണ് പ്രധാനമായിട്ടുള്ളത്. അഞ്ചാമത്തേതും അവസാനത്തേതുമായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ടുള്ള ഗോളുകൾ വെച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്യാനുള്ള കുറച്ച് ഫണ്ട് എപ്പോഴും എല്ലാവരും മാറ്റി വെക്കണം. അത് കുറച്ച് എൻഹാൻസ് ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്നുള്ളത്. ഈ കാരണങ്ങളെല്ലാം തന്നെ പേഴ്സണൽ കാരണങ്ങളാണ്. അപ്പൊ ഈ പേഴ്സണൽ കാരണങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യത്യാസമായിരിക്കും. നിങ്ങളുടെ ഒരു പേഴ്സണൽ ഫിനാൻസ് അവസ്ഥ അനുസരിച്ച് നിങ്ങൾ ഇത് തന്നെയാണോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇതുപോലെയാണോ ചെയ്യേണ്ടത്, വേറെ രീതിയിലാണോ ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങളുടെ ഒരു പേഴ്സണൽ ഫിനാൻസ് അവസ്ഥയും നിങ്ങളുടെ ഗോളുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ്. അങ്ങനെ ഒരു ഡയറക്ഷൻ നിങ്ങൾക്ക് നമ്മുടെ അടുത്ത് നിന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഈ ചിട്ടി കിട്ടിയിട്ടുള്ള പണം ഇപ്പൊ എന്തായാലും ടൂർ ഫണ്ടാക്കി മാറ്റി, പക്ഷേ ഗോൾഡ് ലോൺ അടയ്ക്കാൻ എന്തെങ്കിലും ഒരു പ്ലാനും പദ്ധതിയും ഉണ്ടാവണമല്ലോ. അതെന്താണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എന്റെ പേഴ്സണൽ ഒരു ഫിനാൻഷ്യൽ കാര്യത്തിൽ പ്രധാനമായിട്ടുള്ള കുറെ ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, അതായത് ഫിക്സഡ് ഇൻകം കിട്ടുന്ന ഇൻസ്ട്രുമെന്റ്സ്. അടുത്തൊരു 2 വർഷത്തിൽ ഇപ്പോഴുള്ള ഹോം ലോണിന്റെ ബാലൻസിന്റെ പകുതിയോളം എനിക്ക് NCDകൾ, നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സും ബോണ്ടുകളും വഴിയൊക്കെ എനിക്ക് തിരികെ കിട്ടാനുണ്ട്. അപ്പോ പകുതിയുടെ കാര്യം സേഫായി അല്ലേ. ഇനി ഒരു 3 വർഷം കൂടെ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ HDFC ബാങ്കിൽ ഒരു റിക്കറിംഗ് ഡെപ്പോസിറ്റ്, 2-3 റിക്കറിംഗ് ഡെപ്പോസിറ്റുകൾ ഈ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ മാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മെച്ചുവർ ആവുന്നത് ഒരു 3 വർഷത്തിന് ശേഷമാണ്. ആ റിക്കറിംഗ് ഡെപ്പോസിറ്റിലേക്ക് മുതൽ കൂട്ടാനായിട്ട് സാധിക്കും. അത് ലോണിന്റെ ഇപ്പോഴത്തെ ലോൺ ബാലൻസിലെ 4/1 അല്ലെങ്കിൽ 25% വരും. അപ്പൊ നമ്മൾ ചോദിക്കും ബാക്കി 25% എന്താണ്? അടുത്ത ഒരു 5 വർഷത്തിന് ശേഷം നമ്മൾ ട്രഷറിയിൽ ഇട്ട ഒരു എമൗണ്ട്, ഫിക്സഡ് ഡെപ്പോസിറ്റ് എമൗണ്ട് മെച്ചുവർ ആവാനുണ്ട്. അതും മെച്ചുവർ ആവുമ്പോൾ അതും നമ്മളുടെ ഈ ലോണുമായിട്ട് മാപ്പ് ചെയ്തിട്ടുള്ളതാണ്. അതായത് ഇപ്പോഴത്തെ ലോൺ ബാലൻസിന്റെ ഈക്വൽ ആയിട്ടുള്ള തുക ഫിക്സഡ് ഇൻകം കിട്ടുന്ന യാതൊരു റിസ്ക്കും ഇല്ലാത്ത ഇൻവെസ്റ്റ്മെന്റുകളിൽ നമ്മൾ ഓൾറെഡി മാപ്പ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പൊ അതാണ് നമ്മൾ അസറ്റ് അലോക്കേഷൻ ചെയ്യണം എന്ന് പറയാനുള്ള കാരണം. അതാണ് നമ്മളുടെ എല്ലാ എമൗണ്ടും ഇക്വിറ്റിയോ അല്ലെങ്കിൽ സ്റ്റോക്കുകളോ മ്യൂച്വൽ ഫണ്ടുകളോ ഒന്നും ആക്കി വെക്കരുത്. നമ്മളുടെ ഒരു പ്ലാനിനും പദ്ധതിക്കും അനുസരിച്ച് ഫിക്സഡ് ആയിട്ടുള്ള ഇൻകം കിട്ടുന്ന സേഫ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റുകൾ കൂടെ നിക്ഷേപിക്കണം. അപ്പോൾ എന്റെ 2 വർഷം 3 വർഷം 5 വർഷത്തിന് ശേഷം എനിക്ക് മെച്ചുവർ ആയിട്ട് വരുന്ന എമൗണ്ട് ഉപയോഗിച്ച് ഞാൻ ഈ ലോണിനെ സർവീസ് ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഈ ലോൺ അപ്പോഴും ഞാൻ ക്ലോസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ മെച്ചുവർ ആയിട്ട് കിട്ടുന്ന എമൗണ്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഏതെങ്കിലും നല്ല ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ആ ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ടുകളിൽ നിന്ന് ഒരു സിസ്റ്റമാറ്റിക് വിഡ്രോവൽ രീതിയിൽ പണം പിൻവലിക്കുക. അതായത് നമ്മൾ ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ടിൽ ഇപ്പോൾ
FD മെച്ചൂർ ആയിട്ട് എനിക്കൊരു 50 ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞാൽ ആ 50 ലക്ഷം കൊണ്ടിട്ട് നമുക്ക് ആ എമൗണ്ട് ഓവർ ദ ടൈം ഗ്രോ ചെയ്യുമ്പോൾ അതിൽ നിന്നൊരു നിശ്ചിത എമൗണ്ട്, ഈ ലോൺ അടയ്ക്കാനുള്ള എമൗണ്ട് മാത്രം കൊടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ കോർപ്പസ് വലുതാക്കുകയും മറ്റുള്ള ഗോളുകൾക്കുള്ള എമൗണ്ടിന്റെ അളവ് കൂട്ടാനും സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു അപ്രോച്ച്. അതുമാത്രമല്ല, പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഗോൾഡ് ലോണിന് 7.9% മാത്രമേ ഇൻട്രസ്റ്റ് ഉള്ളൂ. ഈ 7.9% ഇപ്പൊ ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ള സമയത്ത് മറ്റൊരു ലോണും കിട്ടാനുള്ള മാർഗ്ഗമില്ല. ആകെയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിസാൻ ക്രെഡിറ്റ് കാർഡ് പോലുള്ള ലോണുകളാണ്. പക്ഷെ അത് ഒരാൾക്ക് 3 ലക്ഷം രൂപ വരെ ഇപ്പോൾ കിട്ടുള്ളൂ. പ്രധാനപ്പെട്ട ബാങ്കുകളിലൊക്കെ അത് കൊടുക്കുന്നുണ്ട് എന്നാണ് കേട്ടത്. അപ്പൊ ഈ 7.9% എന്ന് പറഞ്ഞ ചെറിയ ഒരു ഇൻട്രസ്റ്റ് റേറ്റിൽ നമ്മൾക്ക് പണം ലഭിച്ചിട്ട് ആ പണം നമ്മൾ ഓൺ ആൻ ആവറേജ് 12% ഒക്കെ നമുക്ക് കിട്ടുന്ന തരത്തിലുള്ള നിക്ഷേപങ്ങൾക്ക് നിക്ഷേപിച്ച് ആ ഒരു ലിവറേജ് എടുത്ത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഈ 12% എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഉറപ്പുള്ള നിക്ഷേപമല്ല. അതിന് ഫ്ലക്ച്വേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അതായത് അത് കൂടുകയും കുറയുകയൊക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ചില വർഷങ്ങളിൽ ചിലപ്പോൾ നമുക്ക് 20% ആയിരിക്കും കിട്ടുക, ചില വർഷങ്ങളിൽ ചിലപ്പോൾ 2% ലാഭം കിട്ടുള്ളൂ, ചില വർഷം 5% നഷ്ടമാവും. അപ്പം അങ്ങനെ ഒരു ഫ്ലക്ച്വേഷൻ ഉള്ള, ഒരു വൊളാറ്റിലിറ്റി ഉള്ള നിക്ഷേപങ്ങളിലാണ് നമ്മൾ നിക്ഷേപിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി മാത്രം ചെയ്യുക. ഈ പരിപാടി എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളതല്ല, എങ്കിലും നിങ്ങൾ ചെറിയ രീതിയിലൊക്കെ മ്യൂച്വൽ ഫണ്ട് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രൈ ഔട്ട് ചെയ്യാൻ ശ്രമിക്കാവുന്നതാണ്, പക്ഷേ നിങ്ങളുടെ സ്വന്തം റിസ്കിൽ. അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഡയറക്ഷൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്തു. ഞാൻ ഒരു കാരണവശാലും ഈ ലോൺ ക്ലോസ് ചെയ്യില്ല എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ 2024 എടുത്തിട്ടുള്ള ലോൺ 2039 വരെ ഇത് ഞാൻ ആക്റ്റീവാക്കി നിർത്താനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ 7.9% നമുക്ക് ഒരു സ്ഥലത്തൊന്നും ലോൺ കിട്ടില്ല. അതിൽ ലിവറേജ് എടുത്തുകൊണ്ട് നമുക്ക് കൂടുതൽ എമൗണ്ട് എടുക്കാം. അതേസമയം തന്നെ അത് സർവീസ് ചെയ്ത് പോകുന്നതിന് നമുക്ക് വളരെ തുച്ഛമായിട്ടുള്ള ഒരു എമൗണ്ടേ നമ്മൾക്ക് വേണ്ടി വരുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇനി കുറഞ്ഞു വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മൾ ഈ ഒരു ലോൺ ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് മിക്കവാറും ആളുകൾക്ക് തെറ്റില്ല, പ്രത്യേകിച്ചും ഒരു സ്ഥിര വരുമാനക്കാരന്. ഇനി ഞാൻ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോ ടിപ്പുകൾ 5 എണ്ണം കൂടെ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. നമ്മളുടെ ലക്ഷ്യങ്ങളെ ബാധിക്കാത്ത രീതിയിൽ, അല്ലെങ്കിൽ നമ്മളുടെ ലക്ഷ്യങ്ങൾക്ക് വിഘാതമാവാത്ത രീതിയിൽ നമ്മൾക്കൊരു അഡീഷണൽ ആയിട്ടുള്ള ഒരു ലോൺ ഉണ്ട് എന്നുള്ളത് ഒരു പ്രശ്നമല്ല. ആ ലോൺ കൃത്യമായിട്ട് സർവീസ് ചെയ്യാനും നമ്മുടെ ലക്ഷ്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ലോൺ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഈ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞ സിനാരിയോയിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം. വളരെയധികം കടമുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ, 1 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന ഒരാൾക്ക് ഒരു 50,000-60,000 രൂപയൊക്കെ EMI അടയ്ക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് പ്രശ്നമുള്ള കാര്യമാണ്. അങ്ങനെയുള്ള ആളുകൾ ഇങ്ങനെ ഒരു ചിട്ടി വിളിച്ചോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ലോൺ ക്ലോസ് ചെയ്യുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് നിയന്ത്രിതമായിട്ടുള്ള കടയുള്ളൂ, അതുപോലെ നിങ്ങളുടെ സാലറി ഇൻടാക്റ്റ് ആയിട്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ലംസമായിട്ട് കിട്ടിയിട്ടുള്ള എമൗണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കരുത് എന്നാണ്. ലോൺ തിരിച്ചടയ്ക്കുന്നത് പിന്നീടായാലും ചെയ്യാം എന്നുള്ളതാണ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ കളയരുത് എന്നുള്ളതാണ് അടുത്ത പ്രോ ടിപ്പായിട്ട് പറഞ്ഞുതരാനുള്ളത്. ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ണും പൂട്ടി റിസ്ക് മനസ്സിലാക്കാതെ ഇൻവെസ്റ്റ് ചെയ്യരുത്. ഒരു കാരണവശാലും സെക്ടർ ഫണ്ടുകളിലോ അല്ലെങ്കിൽ സ്മോൾ ക്യാപ് ഫണ്ടുകളിലോ റിസ്ക് കൂടിയ സ്റ്റോക്കുകളിലോ മാത്രമായിട്ട് നിങ്ങൾ നിക്ഷേപം ഒതുക്കരുത്. അങ്ങനെ ഒതുക്കി കഴിഞ്ഞാലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ക്യാപിറ്റലിനെ തന്നെ നശിപ്പിച്ചു കളയാനുള്ള സാധ്യതയുണ്ട്. അതാണ് അടുത്തൊരു ടിപ്പായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാനുള്ളത്. ഒരു കാരണവശാലും EMI മുടങ്ങുന്ന രീതിയിൽ ഉള്ള ഒരു ക്യാഷ് ഫ്ലോ, അല്ലെങ്കിൽ നമുക്ക് കാശ് വരുന്നതും പോകുന്നതും നമ്മുടെ EMI മുടങ്ങുന്ന രീതിയിലാക്കി മാറ്റരുത് എന്നുള്ളതാണ്. ഈ 5 പ്രോ ടിപ്പുകളും കൂടെ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാനായിട്ട് ശ്രമിക്കുക. അത്തരം തീരുമാനങ്ങൾ എടുക്കുന്നതിന് എന്തെങ്കിലും സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 കോൺടാക്ട് ചെയ്യാം.